സാറിന്റെ ധൈര്യം അപാരം. മഹേന്ദ്രവർമ്മ ഒന്ന് സൂക്ഷിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സാറ് ജോഗിങ് നിർത്തി. ഒന്ന് പോടാ, ഞാൻ എഴുന്നേക്കാൻ ലേറ്റായി അതാ. എങ്ങനെ ലേറ്റാവാതിരിക്കും? രാത്രി ഉറക്കമില്ലല്ലോ. പ്രേതമുണ്ടോ പിശാചുണ്ടോ എന്നുള്ള ആദിയല്ലേ? ഏയ്, ഇപ്പൊ അതൊക്കെ മാറി. അതെന്താ? പ്രേതം ഉണ്ടെന്ന് മനസ്സിലായി. ആ ടോമി, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരാൾ കൂടി ഉണ്ടാവും. മെയിലോ ഫീമെയിലോ? രണ്ടുമല്ല, ഇമെയിൽ. അതെന്താ അത്? ഒരു പെണ്ണാടോ. അപ്പൊ സാറിന് വന്ന കാര്യത്തിലൊന്നും അല്ല ശ്രദ്ധ. ആട്ടെ, അന്ന് കാറി കയറിയ കൊച്ചി എന്നെ നമ്മുടെ കോട്ട് പാർട്ടി. അത് സാറ് വിഷമിക്കണ്ട, ഞാൻ ആരോടും പറയത്തില്ല. പറയല്ലേ? സത്യം സത്യം. ഇനി താൻ ആരോടെങ്കിലും പറഞ്ഞാലും എനിക്കൊരു ഉണ്ടയുമില്ല. പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കണോ? ഹാ. ബാലു, ചുറ്റും നോക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. പക്ഷെ എവിടെ? എനിക്ക് കാണാൻ കഴിയുന്നില്ല. അതാണ് റോസി. മറ്റുള്ളവർക്ക് എന്നെ കാണണമെങ്കിൽ ഞാൻ വിചാരിക്കണം. വിചാരിക്കട്ടെ. ഈശോയെ, ഇഡ്ഡലി ഇഡ്ഡലി കഴിച്ചിട്ട് കാലത്രേ. അല്ല, നിങ്ങൾക്ക് ഈ ആഹാരമൊക്കെ കഴിക്കാം. കഴിക്കാം എന്നല്ല, കഴിക്കണം. ആത്മാവിന് വിശക്കില്ലേ? സൂപ്പർ. ആ, ഫീമെയിൽ ഇപ്പൊ വന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ. എന്താ ഫീമെയിലിന്റെ പേര്? റോസി. നല്ല ചന്തമുള്ള പേര്. ആ പിന്നെ സാറെല്ലാം എന്നോട് പറഞ്ഞു. പേടിക്കണ്ട, ഞാൻ ആരോടും പറയത്തില്ല. ഇവിടെ എന്തു വേണമെങ്കിലും ആവാം. ഞാൻ ഭയങ്കര കോപ്പറേറ്റീവാ. തനിക്കെന്ത് പറ്റി? ഒന്നുമില്ല സാർ, എന്റെ 6th സെൻസ് തോന്നിയതായിരിക്കും. എങ്ങോട്ടാ? അല്ല സാർ, കിച്ചണിലേക്കുള്ള റോഡ് എവിടെയാണ്? റോഡോ? അല്ല, ഡോറ്. അവിടെ. താങ്ക് യു സാർ, താങ്ക് യു. താൻ എന്തെങ്കിലും പണി ഒപ്പിച്ച? ഒരു ചെറിയ വരട്ട്. എന്തിനാ റോസി വെറുതെ ആ പാവത്തിന്? അത് പിന്നെ എനിക്കിഷ്ടമല്ല. ഇവിടെ നമ്മൾ മാത്രം മതി. ഇപ്പൊ എന്ത് ശബ്ദം കേട്ടാലും ഞെട്ടുക. യെസ്, കമൻ. കാടവിട മക്കളെ, ഓ, നാടവിട മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരവിട മക്കളെ. വയനാട്ടിലെ വനവാസം കഴിഞ്ഞ് നേരെ മൂന്നാർ തേക്കടി പീരിമേട് റാഞ്ചി ചെന്ന് കുറെ പക്ഷിമൃഗാദികളുടെ ഫോട്ടോസ് എടുത്ത് കറങ്ങി ഞാൻ ഓഫീസിൽ എത്തിയപ്പോൾ അറിയുന്ന നീ ഇവിടെയാണെന്ന്. എങ്കിൽ പിന്നെ കുറച്ച് ദിവസം ഇവിടെ താമസിച്ച് ഇവിടുത്തെ നേച്ചർ ഒന്ന് സ്റ്റഡി ചെയ്യാന്ന് കരുതി. എന്തൊരു ബ്യൂട്ടിഫുൾ പ്ലേസ്. ഏതാ ഈ ബ്യൂട്ടിഫുൾ ഫേസ്? റോസി എന്റെ ഫ്രണ്ടാ. സത്യം പറ, എവിടെ നൊപ്പിച്ചു? കുട്ടികൃഷ്ണൻ എന്റെ സ്റ്റാഫ് ഫോട്ടോഗ്രാഫറാ. ഹലോ. ഹലോ. ഈ ഫോറസ്റ്റ് എന്ന് വെച്ചാ എന്റെ വീക്ക്നെസ്സാ. വേറെയും വീക്ക്നെസ് ഉണ്ട്. കുട്ടികൃഷ്ണ, ഈ ബേർഡ്സിന്റെയും ആനിമൽസിന്റെ ഫോട്ടോസ് എടുക്കലേ എന്റെ ഹോബി. കൂടാതെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എൻവയൺമെന്റൽ സയൻസിൽ ഡോക്ടറേറ്റ് എടുത്താ കൊള്ളാം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ബാല്യേ, ഇപ്പൊ ഒരു വെയിറ്റ് ആയില്ലേ? ഇനി ഒന്ന് എന്റെ കാര്യം കൂടി പറ. എന്റെ ഈ വിലയേറിയ ജീവൻ വരെ ഫ്രീ ആയിട്ട് വേണേ കൊടുക്കാം. അത് കൊടുക്കേണ്ടി വരില്ല, അവൾ എടുത്തോളും. തമാശകളാ. ഒന്ന് റെക്കമെൻഡ് ചെയ്യും. ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ. അതിനിത്ര രഹസ്യം പറയാൻ എന്താ? ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം കുട്ടികൃഷ്ണൻ എന്തെങ്കിലും കഴിക്ക്. കേട്ടില്ലേ? ഇത് ഓക്കെയാ? കട്ടപ്പുക. നല്ല വിശപ്പ്. വടയിൽ തുടങ്ങാം. കുട്ടി കഴിച്ചോ? കഴിച്ചു. നീയോ? ഞാൻ കഴിച്ചേ. ഇഡ്ഡലിയും വടയുമാണ് കോമ്പിനേഷൻ. പക്ഷെ എനിക്ക് വടയാണ് ഇഷ്ടം. എന്താ എന്താ? തവള. തവള പോലൊരു സാധനം. ചിലപ്പോ തോന്നിയതായിരിക്കും. പുട്ടായിരിക്കാം അല്ലേ? നല്ല ചൂട് പുട്ടിരിക്കുമ്പോഴേ ചുമ്മാ വടയെ കയറി പിടിച്ചു. നിങ്ങൾ ഇതൊക്കെ തന്നെയാണോ കഴിച്ചത്? അതെ. അയ്യേ, ഫോറസ്റ്റ് വീക്ക്നെസ് ആയ കുട്ടികൃഷ്ണന് ഒരു എലി ഇത്രയ്ക്ക് പേടിയാണോ? അത് പിന്നെ പെട്ടെന്ന് കണ്ട ആരായാലും പേടിക്കും. എനിക്ക് പഴമാണ് ഇഷ്ടം. പഴം കഴിക്കാം.
ഈ നേന്ത്രപ്പഴം ഇങ്ങനെ പച്ചന കഴിക്കരുത്. അത് പുഴുങ്ങി സ്ലൈസ് ചെയ്ത് പഞ്ചസാര നെയ്യും ചേർത്ത് ഭാഗ്യം ഒന്നും പൊട്ടിയില്ല. താനാരാ? താനാരാ? ഞാൻ ഇവിടുത്തെ കുക്ക. ഓ, അപ്പൊ താനാണല്ലേ ഇവിടുത്തെ കുക്ക്. ആ. കണ്ടിട്ടൊരു മക്ക് പോലെ ഉണ്ട്. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് എലിയും പാമ്പും തവളയാണോ ഞണ്ണാൻ കൊടുക്കുന്നത്? ദേ, അനാവശ്യം പറയരുത്. തന്നോട് പറയുകയല്ല. കരണ്ട കുറ്റി നോക്കി രണ്ടെണ്ണം പൊട്ടിക്കാണ് വേണ്ടത്. പട എടുത്തപ്പോ തവള, പുട്ടെടുത്തപ്പോ എലി, പടം എടുത്തപ്പോ പാമ്പ്. ആ, നിർത്ത് മതി. എനിക്ക് കാര്യം പിടികിട്ടി. എന്റെ സിക്സ് സെൻസിൽ എനിക്ക് അപ്പോഴേ തോന്നിയതാ. എന്ത്? താൻ ആ പെണ്ണിനെ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. എന്നിട്ട് എന്ത് തോന്നി? ഒരു മോഹം തോന്നി. അത് ഞാൻ ബാലുവിനോട് പറഞ്ഞിട്ടുണ്ട്. അവൾ ഓക്കെയാണ്. അതല്ല ചോദിച്ചത്. അവൾക്കൊരു പ്രേത ലുക്കില്ലേ? ശരിയാ, അവൾക്കൊരു പ്രേമ ലുക്കുണ്ട്. പ്രേമ ലുക്കല്ല, പ്രേത ലുക്ക്. എന്റെ സിക്സ് സെൻസ് ശരിയാണെങ്കിൽ അവളൊരു സാധാരണ പെണ്ണല്ല, അസാധാരണ പ്രേതമാണ്. ഒലക്ക. ഈ 21ാം സെഞ്ചുറിയിലാണോ പ്രേതം? തന്റെ ഒരു സിക്സ് സെൻസ് നോൺ സെൻസ്. അപ്പൊ വിശ്വാസം അല്ലല്ലേ? വേണ്ട. കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയും. ദേ എന്റെ കയ്യിൽ നിന്ന് കൊണ്ടേ അറിയൂ. ഏതാ മുറി? മുറിഞ്ഞോ? മുറിഞ്ഞതല്ല, എന്റെ മുറി ഏതാണെന്ന്. ഞാൻ ബാലുവിന്റെ ഗസ്റ്റാ. ഗോസ്റ്റോ? ഗോസ്റ്റ് അല്ല, ഗസ്റ്റ് കുട്ടിക്കൃഷ്ണൻ. ഹായ് കട്ടികൃഷ്ണ. വണ്ണാത്തിക്കിളിയല്ലേ പൊട്ടിച്ചിരിച്ചത്? ഒരു സ്നാപ്പ് എടുത്തോട്ടെ. ഈ വണ്ണാത്തിക്കിളിയും ഇവിടെ സ്ഥിരതാമസമാക്കാൻ പോവുകയാണോ? എന്റെ ലോഡ് കൂടി. ബാലു, ഞാനിപ്പോ എത്ര ഹാപ്പിയാണെന്നറിയോ? എനിക്കെല്ലാം തിരിച്ചു കിട്ടിയ പോലെ. നോക്കിയേ, എനിക്കിപ്പോ ബാലുവിനെ ഫേസ് ചെയ്യാൻ പഴയ നാണോ ചമ്മലോ ഒന്നുമില്ല. അതെന്താ? ഞാനിപ്പോ ചത്തില്ലേ? ചത്തോൾക്ക് എന്തിനാ നാണം? അത് കൊള്ളാം. ദേ നമ്മുടെ കുട്ടികൃഷ്ണൻ. അത് പറന്നു പോയി. റോസി വേണ്ട. വേണം. ബാലു ഒഴിച്ച് എല്ലാവരും ഇവിടുന്ന് ഓടിക്കണം. പ്രത്യേകിച്ച് ഇവനൊരു എല്ല് കൂടുതലാ. ഈ ഫോട്ടോഗ്രാഫർ. ഹായ്. ഒരു പൂങ്കുവിന്റെ സ്നാപ്പ് എടുക്കാൻ നോക്കിയതാ. ജസ്റ്റ് മിസ്ഡ്. പക്ഷെ വേറെ 6 ക്ലോസപ്പുകൾ കിട്ടി. ഒരു മാൻ, 2 മൈനാസ്, 3 മൂങ്കാസ്. ഞങ്ങളുടെ സ്നാപ്പ് എടുക്കോ? ഓഫ് കോഴ്സ്. കുട്ടി ആദ്യമായി കണ്ടപ്പോഴേ അത് ഞാൻ തീരുമാനിച്ചതാണ്. ഫോട്ടോ എടുത്താ എനിക്കെന്ത് തരും? ആദ്യം ഫോട്ടോ എടുക്ക്, എന്നിട്ട് പറയാം. മതി, എനിക്ക് ധൃതിയില്ല. രണ്ടുപേരും ഒന്ന് ചേർന്ന് നിന്നേ. വാ, അങ്ങനെ കുറച്ചുകൂടി അടുത്ത്. ലെഫ്റ്റ് കുറച്ചുകൂടി. എന്റെ അമ്മച്ചി, എന്തൊരു സ്ട്രക്ചർ, മനോഹരമായ ഫീച്ചേഴ്സ്. സ്മൈൽ പ്ലീസ്. എന്താടാ? നത്തിങ്. ബാലു, വല്ല കാര്യം. എന്താ ബാലു, സത്യം പറ, നീ അവളെ എവിടെന്നാ പൊക്കിയത്? പൊക്കിയതോ? അവളുടെ വീടേതാ, നാടേതാ, പേരെന്താ? കുട്ടികൃഷ്ണ, ഇവള് നീ ഉദ്ദേശിക്കുന്ന ടൈപ്പേ അല്ല. അതാ എനിക്കും പറയാനുള്ളത്. ഇവള് ഞാൻ ഉദ്ദേശിച്ച ടൈപ്പേ അല്ല. ക്യാമറയിലൂടെ നോക്കുമ്പോ ഒരു ഫേസ് ചേഞ്ച്, 3D എഫക്ട്. സത്യം പറയടാ, അവൾ ആരാ? എന്താ അവളുമായിട്ട് കണക്ഷൻ? എന്താ റിലേഷൻ? തൊമ്മി, നീ പറഞ്ഞതാ ശരി. അവൾ സാധാരണ പെണ്ണല്ല, യക്ഷിയാ, പ്രേതം. ഇപ്പൊ സമ്മതിച്ചല്ലോ. സമ്മതിച്ചു. അവൾ എന്നെ കൊന്ന് ചോര കുടിക്കാനുള്ള പുറപ്പാടില്ല. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക്. ഓഹോ, അത്ര രൗദ്രത്തിലാ? എനിക്ക് സൂക്ഷിക്കണം. അയ്യോ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക്. തനിക്ക് അത്ര പേടിയാണെങ്കിൽ എന്റെ കൂടെ വാ. ഒളിച്ചിരിക്കാൻ പറ്റിയ രഹസ്യമായ സ്ഥലം ഞാൻ കാണിച്ചു. നമ്മൾ എങ്ങോട്ടാ? പരേതനും ഈ കൊട്ടാരത്തിന്റെ ആദ്യ തിരുമനസ്സുമായ രാജ കോയിവർമ്മ തമ്പുരാന്റെ മുറിയിലേക്ക്. 4 പേരും ഒരു മുറിയിലായിരുന്നോ? 4 പേരല്ല, ഒരാളാ. അവിടെ ഒരു പ്രേതവും വരില്ല. പേടിയാ. ഇതില് ഇതാ സ്ഥലം. ഇവിടെ പ്രേതങ്ങൾ കടന്നു വരില്ല. നന്ദി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല.
നിശീധിനി നിശീധിനി ഞാനൊരൂരാപ്പാടി. ഇവിടെ വന്ന് പാട്ടും പാടി നിൽക്കുകയാണല്ലേ. നീ എന്റെ ചോര കുടിക്കും മുമ്പ് നിന്നെ ഞാൻ കൊല്ലും. ജീവനിലുണരും യക്ഷഗാനം. നിന്നെ ഞാൻ പാടിക്കാടി. ഞാനൊരൂരാപ്പാടി പാടാ. അയ്യോ ഓടി വരണേ. പ്രേതം, പ്രേതം, ഓടി വരണേ, ഓടി വരണേ. എന്നെ കൊല്ലുന്നേ. എന്താ എന്താ ഇവിടെ? കണ്ടില്ലേ, എന്നെ ചെലവുകൊണ്ട് അടിച്ചു കൊല്ലാൻ നോക്കിയതാ. കുട്ടികൃഷ്ണ ഇവിടെ. ബാലു, ഇത് യക്ഷിയാ, പ്രേതം, ഭൂതം. ഇയാൾക്ക് വട്ട. ആദ്യം പറഞ്ഞു ഇവിടെ പ്രേതമേ ഇല്ലെന്ന്, ഇപ്പൊ പറയുന്നു ഞാനാണ് പ്രേതം. എടാ ഇത് തൊമ്മിയാ, നമ്മുടെ കുക്ക്. അപ്പൊ ഞാൻ തൊട്ടു മുമ്പ് കണ്ടതോ? അത് അവളായിരിക്കും. എന്റെ ഷേപ്പിൽ ഒന്ന് പേടിപ്പിച്ചു കാണും. കുട്ടികൃഷ്ണ, കുട്ടികൃഷ്ണ മിണ്ടരുത്. ക്യാമറയിൽ കൂടി അവളുടെ കൊമ്പ് കണ്ടെന്ന് പറഞ്ഞപ്പോ നീ വിശ്വസിച്ചോ? കുന്തം. കുന്തമല്ല, കൊമ്പ്. ഈ കണ്ണുകൊണ്ട് കണ്ടെന്ന് പറഞ്ഞപ്പോ താൻ വിശ്വസിച്ചോ? താൻ എന്താ പറഞ്ഞത്? എന്റെ സിക്സ്ത് സെൻസ് വെറും നോൺസെൻസ് ആണെന്ന്. എനിക്ക് എത്ര ഫീൽ ചെയ്തെന്നറിയോ? സോറി കുക്കെ, ഇപ്പൊ എനിക്കെല്ലാം ബോധ്യമായി. ബാലു, ഈ ലോകത്തുള്ള ഏതൊരു പെണ്ണുമായിട്ടുള്ള ഇടപാട് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഒരു പ്രേതവുമായിട്ടുള്ള നിന്റെ ഈ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾക്ക് ഒട്ടും പിടികിട്ടുന്നില്ല. ഇനിയെങ്കിലും പറ, ഈ പ്രേതം ആരാ നിന്റെ? അത് അതെ അതെ, ഞാൻ പിന്നെ പറയാം. എങ്ങോട്ട് പോയി? ആ, എന്താ ബാലു? ഒന്നുമില്ല. അല്ല, എന്തോ പ്രശ്നമുണ്ട്. മുഖം കണ്ടാൽ അറിയാം. അവൾ ഉപദ്രവിച്ചോ? എങ്കി പറ. എന്റെ കയ്യിൽ ഒരു 5-6 ഇടിവെട്ടി നമ്പർ ഉണ്ട്, വേണേ ഇറക്കാം. ഒരു നമ്പർ വേണ്ട, ആളെ വെറുതെ വിട്ടാ മതി. ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. പാമ്പും കൂട്ടിക്കിടന്ന പാമ്പ് വേലായുധൻ ഒടുവിൽ പാമ്പ് കടിച്ചു എത്തൂ എന്ന് പറഞ്ഞ പോലെയായി. എന്ന് വെച്ചാ സാറിന്റെ ക്ലോസ് ഫ്രണ്ടായ പ്രേതം സാറിനെ തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയെന്ന്. ഇല്ല, ഇനി അവൾ ആരെ ഉപദ്രവിക്കില്ല. ഈ യക്ഷിയെ ഞാൻ ഒതുക്കി തരാം. ഒതുക്കാൻ പോണോ എന്റെ കോലം? എടോ, താൻ കളിയാക്ക. കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്കെന്ന് പുലികളോടും സിംഹങ്ങളോടും മല്ലിട്ട് ഫോട്ടോ എടുത്തവരായി കേക്കെ. എനിക്കിട്ട് അവൾ ഒരുപാട് പണി തന്നതല്ലേ. ഏത് കോപ്പിലെ യക്ഷിയാണെങ്കിലും ഞാൻ അവളെ ഒതുക്കും. പേടിച്ചു പോയോ? നട്ടപ്പാരയ്ക്ക് സെമിത്തേരിയിൽ കിടന്ന് ഉറങ്ങി ശീലിച്ചവനാ തൊമ്മി. എനിക്കൊരു പിശാചിനെയും പേടിയില്ല. അയ്യോ, നാട്ടുകാരെ ഓടി വരലേ, രക്ഷിക്കലേ. നല്ല വിഷ്വൽസ്. 2 സ്നാപ്പ് എടുക്കാമായിരുന്നു. മനുഷ്യനിവിടെ ചാവാൻ പോകുമ്പോഴാ അവന്റെ ഒരു ഫോട്ടോ എടുപ്പ്. ആ ശരിയാണല്ലോ. എടാ ബാലു, ഓടി വാടാ, ഞങ്ങളൊന്ന് താഴേക്ക് ഇറക്കി. സാറേ, ഞങ്ങളെ രക്ഷിക്ക്. ബാലു, ഞങ്ങളൊന്ന് കണ്ടടാ. നിങ്ങൾ എങ്ങനെ അവിടെ എത്തി? ഫ്ലൈറ്റിന് വന്നിറങ്ങി. ചോദ്യം കേട്ടില്ലേ? എടാ, എത്തിയതല്ല, എത്തിച്ചതാ നിന്റെ യക്ഷി എയർവേസ്. സാറേ, എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക്, ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ തലയിറങ്ങി വീഴും. സാറിന് കോടി പുണ്യം കിട്ടും. അതെ അതെ, സൂക്ഷിച്ചിറങ്ങ്. നിന്നോടാ. ഓ, പതുക്കെ ഇറങ്ങണേ. എനിക്ക് ഏണി കൂടി ഇറങ്ങി നല്ല പരിചയമുള്ളതാ. നീ സൂക്ഷിച്ചിറങ്ങിയ ഏണി